കടലിനടിയിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ മുന്നിലാണോ? അല്പം അമ്പരപ്പ് തോന്നാം. പക്ഷേ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാൻ ഇപ്പോൾ മുൻതൂക്കം നേടിയിരിക്കുകയാണ്. ഇന്ത്യയ്ക്കിപ്പോഴും 0, പാകിസ്ഥാന് ഇതിനകം 4 എണ്ണം. എന്താണ് ഈ രഹസ്യായുധം? നോക്കാം. സംഗതി ഇതാണ്: AIP സാങ്കേതികവിദ്യ, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ. സാധാരണ അന്തർവാഹിനികൾക്ക് ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കടലിന്റെ ഉപരിതലത്തിലേക്ക് വരേണ്ടിവരും. ഈ സമയത്ത് ശത്രുവിന്റെ റഡാറുകളിൽ ഇവ പെടാൻ എളുപ്പമാണ്. എന്നാൽ AIP ഉണ്ടെങ്കിൽ ആഴ്ചകളോളം കടലിനടിയിൽ തന്നെ അദൃശ്യനായി ഒളിച്ചിരിക്കാം. പാകിസ്ഥാന്റെ പക്കലിപ്പോൾ ഇത്തരത്തിലുള്ള 4 അന്തർവാഹിനികളുണ്ട്. ഇന്ത്യക്ക് നിലവിൽ ഒന്നുമില്ല. ചീന നാവികസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതാണ്. ഏകദേശം 355 കപ്പലുകളും അന്തർവാഹിനികളും അവർക്കുണ്ട്. ചൈനയും പാകിസ്ഥാനും കൈകോർക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് അനിവാര്യമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ AIP അന്തർവാഹിനികളുടെ എണ്ണം 11 ഉയർത്താനുള്ള ശ്രമത്തിലാണ്. ഈ വെല്ലുവിളി നേരിടാൻ ഇന്ത്യ ഒരുക്കുന്ന മാസ്റ്റർ പ്ലാനാണ് പ്രോജക്ട് 75 ഇന്ത്യ. 70,000 കോടി രൂപ ചിലവിൽ ജർമ്മനിയുമായി കൈകോർത്ത് 6 അത്യാധുനിക AIP അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിന്റെ കരാർ നടപടികൾ അടുത്ത 4 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ആദ്യത്തെ അന്തർവാഹിനി 7 വർഷത്തിനുള്ളിൽ നാവികസേനയുടെ ഭാഗമാകും. വിദേശ സഹായം മാത്രമല്ല, ഇന്ത്യ സ്വന്തമായും AIP വികസിപ്പിക്കുന്നുണ്ട്. DRDO വികസിപ്പിച്ച ഈ സംവിധാനം 2026ഓടെ INS ഖനേരിയിൽ ഘടിപ്പിക്കും. അതോടെ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഭാരതം മാറും. കടലിനടിയിലെ ഈ പോരാട്ടത്തിൽ സാങ്കേതികമായി മുന്നിലെത്താൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം അതീവ നിർണായകമാണ്. പാകിസ്ഥാന്റെ ഈ മുൻതൂക്കത്തെ ഇന്ത്യ അതിവേഗം മറികടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആധികാരികമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.